ഒരു നല്ല സമൂഹത്തിന് വേണ്ട 5 തൂണുകളെക്കുറിച്ചാണ് ചാണക്യൻ ഇവിടെ പറയുന്നത്. 1-ാം അധ്യായം ശ്ലോകം 9, സംസ്കൃത ശ്ലോകം. ധനികഃ ശ്രോത്രിയോ രാജനദീ വൈദ്യസ്തു പഞ്ചമഃ പഞ്ചയത്ര ന വിദ്യന്തേ ന തത്ര ദിവസ വസേത്. പദാനുപദ അർത്ഥം: ധനികഃ സമ്പന്നരായ ആളുകൾ, അതായത് വ്യാപാരം നടത്തുന്നവർ. ശ്രോത്രിയഃ വേദപാണ്ഡിത്യമുള്ളവർ, അതായത് വിദ്യാഭ്യാസമുള്ളവർ, ഗുരുക്കന്മാർ. രാജ ഭരണം നടത്തുന്നവൻ, നീതി നടപ്പിലാക്കുന്ന സർക്കാർ. നദി പുഴ, ജലസ്രോതസ്. വൈദ്യഃ തു വൈദ്യൻ, ഡോക്ടർ, ആരോഗ്യ പ്രവർത്തകൻ. പഞ്ചമഃ അഞ്ചാമനായി. പഞ്ചയത്ര ന വിദ്യതേ ഈ 5 പേർ എവിടെയില്ലയോ, ന തത്ര ദിവസ വസേത് അവിടെ ഒരു ദിവസം പോലും താമസിക്കരുത്. ഗഹനമായ അർത്ഥതലങ്ങൾ. 1. ഭൗതിക അർത്ഥം. ഒരു പ്രദേശം വാസയോഗ്യമാകണമെങ്കിൽ അവിടെ സാമ്പത്തിക ഭദ്രത, ധനികൻ. ആത്മീയവും ലൗകികവുമായ അറിവ് നൽകുന്നവർ, ശ്രോത്രിയൻ. സുരക്ഷയും നീതിയും ഉറപ്പാക്കുന്ന ഭരണകൂടം, രാജ. ശുദ്ധജല ലഭ്യത, നദി. മികച്ച ചികിത്സാ സൗകര്യം, വൈദ്യൻ എന്നിവ ഉണ്ടായിരിക്കണം. ഇതിൽ ഒന്ന് കുറഞ്ഞാൽ പോലും ആ പ്രദേശം അപകടകരമോ അസൗകര്യമുള്ളതോ ആയി മാറും. 2. ആത്മീയ അർത്ഥം. നമ്മുടെ ഉള്ളിലെ നഗരത്തിലും, അതായത് മനസ്സിലും, ഈ 5 കാര്യങ്ങൾ വേണം. നന്മയുടെ സമ്പത്ത്, വേദാന്ത ചിന്തകൾ. മനസ്സിനെ ഭരിക്കുന്ന വിവേകം അഥവാ രാജ. ശാന്തിയുടെ പുഴ. അറിവില്ലായ്മയാകുന്ന രോഗത്തെ മാറ്റുന്ന ഗുരു, വൈദ്യൻ. ഇവയില്ലാത്ത ചിന്തകളിൽ നാം ഒരു നിമിഷം പോലും വസിക്കരുത്. നമുക്ക് ലഭിക്കുന്ന ഉപദേശം: നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഭക്ഷണം, ജലം, ആരോഗ്യം, വിദ്യാഭ്യാസം, സുരക്ഷ ഇവ ലഭ്യമാകുന്ന ഇടങ്ങളിൽ മാത്രമേ സ്ഥിരതാമസം ഉറപ്പിക്കാവൂ. ഗുണപാഠ കഥ. വരണ്ട ഗ്രാമത്തിലെ വിവേകി. ഒരിക്കൽ സമൃദ്ധമായ ഒരു ഗ്രാമത്തിൽ വലിയൊരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു. അവിടുത്തെ ഏക വൈദ്യൻ പ്രായമായി മരിച്ചുപോയി. ഗ്രാമത്തലവൻ പുതിയൊരു വൈദ്യനെ കൊണ്ടുവരാൻ തയ്യാറായില്ല. ക്രമേണ അവിടുത്തെ പുഴയും വറ്റിത്തുടങ്ങി. അവിടെ വസിച്ചിരുന്ന ഒരു വിവേകി പറഞ്ഞു: ഇവിടെ ഇപ്പോൾ ചികിത്സയില്ല, കുടിക്കാൻ വെള്ളവുമില്ല, ഭരണാധികാരികൾക്ക് ഇതിൽ താല്പര്യവുമില്ല. ഇവിടെ ഇനിയും താമസിക്കുന്നത് ആത്മഹത്യാപരമാണ്. മറ്റുള്ളവർ അയാളെ പരിഹസിച്ചു. എന്നാൽ വിവേകി തൻ്റെ കുടുംബവുമായി അവിടം വിട്ടു. മാസങ്ങൾക്കുള്ളിൽ ആ ഗ്രാമം പൂർണ്ണമായും നശിച്ചുപോയി. മാറ്റം മുൻകൂട്ടി കാണാനും സുരക്ഷിതമായ ഇടം കണ്ടെത്താനും കഴിഞ്ഞതുകൊണ്ട് ആ വിവേകി രക്ഷപ്പെട്ടു.